തൃശൂർ പൂരം തകർക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ്. ഇതുവരെ ഇല്ലാത്ത നിയന്ത്രണങ്ങളാണ് ഇപ്പോഴുള്ളത്. പ്രായോഗികമല്ലാത്ത നിർദ്ദേശങ്ങൾ പൂരത്തെ പ്രതിസന്ധിയിലാക്കുന്നെന്നും യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. തൃശൂർ പൂരത്തിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശവും അതോടൊപ്പം തന്നെ CCFന്റെ റിപ്പോർട്ടുമൊക്കെ വലിയ ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണ്. ദേവസ്വങ്ങളിൽ വലിയ ഒരു പ്രതിസന്ധി ഈ പൂരത്തിന് സൃഷ്ടിക്കുകയാണെന്നാണോ? അല്ല, തൃശ്ശൂർ പൂരം ഇല്ലാണ്ടാക്കാനാണ് ഈ രണ്ട് റൂള് വന്നിട്ടുള്ളത്. ഒന്ന്, 11-ാം തീയതി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഒരു സർക്കുലർ വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പ്രാക്ടിക്കലല്ല. അതിലൊന്ന്, ആനകളുടെ 50 മീറ്റർ അടുത്ത് മേളക്കാർ പാടില്ല. ഇപ്പം നമ്മൾ സാധാരണ ഇവിടെ ആനകൾ ഇവിടെ എഴുന്നള്ളിച്ചാൽ മേളക്കാർ ഇവിടെ നിൽക്കുക. 50 മീറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് റോട്ടിൽ നിർത്തേണ്ടി വരും, ആൾക്കാരെ അതിലും അപ്പുറം നിർത്തേണ്ടി വരും. അത് നോട്ട് പ്രാക്ടിക്കൽ. അങ്ങനെ പല ഇതുകൊണ്ട് അത് നടത്താൻ പറ്റില്ല. ഇന്നലെ വൈകുന്നേരം ഒരു ഓർഡർ ഇറക്കിയിട്ട് ഇന്ന് കാലത്താണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്ന് 13-ാം തീയതിയാണ്, 14-ാം തീയതി വിഷു ഹോളിഡേയാണ്. 15-ാം തീയതി കാലത്ത് തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന 90-100 ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹൈക്കോടതിയിൽ ഹാജരാക്കാനാണ് പറഞ്ഞത്. അത് പ്രാക്ടിക്കലെല്ലാം നടക്കില്ല. സാധാരണ എങ്ങനെയാണ് ഈ പരിശോധനകളൊക്കെ നടക്കുക? പരിശോധന പൂരത്തിൻ്റെ തലേ ദിവസം ആനകൾ ഇവിടെ എത്തും. ആ എത്തിച്ചേർന്നതിനോടൊപ്പം തന്നെ ഇവിടെ എല്ലാ വെറ്റിനറി, ആനിമൽ ഹസ്ബൻഡറി, വൈൽഡ് ലൈഫും എല്ലാവരും ചേർന്നിട്ട് ആണ് ഇതിനെ ചെക്ക് ചെയ്യുന്നത്. തലേ ദിവസമാണ് ചെക്ക് ചെയ്യുക. അല്ലാണ്ട് 19-ാം തീയതി ഫിറ്റാവുമെന്ന് ഇന്ന് ആരൊക്കെയെന്ന് പറയാൻ പറ്റുമോ? അത് മാത്രമല്ല, ഈ ആനകൾ മുഴുവൻ കൊല്ലം മുതൽ കോഴിക്കോട് വരെയുള്ള പല ഡിസ്ട്രിക്ട്സിലാണ്. നമുക്കറിയില്ല എവിടെ ആനകളെന്ന്. ഈ ആനകളെ കണ്ടെത്തി ഒരു ദിവസം പോലും ഇല്ല. ഇന്നിവിടെ കൂടെ കൊടിയേറ്റാണ്, നാളെ വിഷുവാണ്. മറ്റന്നാൾ കാലത്ത് 10 മണിക്ക് ഉള്ളിൽ എത്തിക്കണമെന്ന് പറഞ്ഞാൽ ഇതിനെ തകർക്കാൻ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അതിനെ തെറ്റു പറയാൻ പറ്റും. മറ്റൊരു കാര്യം, ഈ ആന ഉടമകൾ ഇത്തരം നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തുമ്പോൾ അവർ വരാൻ തയ്യാറില്ല. ആന ഉടമകൾ ഇതിന് തയ്യാറില്ല. അവരൊരു പ്രതിഷേധ യോഗം അവർ ആനകളെ അയക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ പൂരം നടക്കില്ല. എന്തായാലും 20 ദേവസ്വങ്ങളുമായി എന്ത് തരത്തിലുള്ള തീരുമാനമായിരിക്കും? അതിന്ന് ഉച്ചയ്ക്ക് 20 ദേവസ്വങ്ങൾ ഒരുമിച്ച് ചേരുന്നുണ്ട്. അതിനുശേഷം അറിയിക്കുന്നതായിരിക്കും.